Hello friends, Technique മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് സാംസങ്ങിന്റെ ഏറ്റവും പുതിയ A സീരീസിലെ സ്മാർട്ട് ഫോണായ സാംസങ് ഗാലക്സി A33 5G ആണ്. അപ്പോൾ ഈ ഡിവൈസ് ഇറങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു മാസത്തോളമായി. നമുക്ക് ഇന്നാണ് അത് കിട്ടിയത്. അപ്പോൾ സാംസങ് ഗാലക്സി A സീരീസിലെ 3 പ്രീമിയം ഡിവൈസസ് ആണ് A73, A53 ആൻഡ് A33. അപ്പോൾ മുമ്പ് നമ്മൾ അൺബോക്സ് ചെയ്ത രണ്ട് ഫോണിലുണ്ടായിരുന്ന അത് A53ലും A73ലുള്ള മെയിൻ ഹൈലൈറ്റിംഗ് ഫീച്ചേഴ്സ് ഇതിലുണ്ട്. ആ രണ്ട് ഹൈലൈറ്റിംഗ് ഫീച്ചേഴ്സാണ് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും IP67 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ് കേപ്പബിലിറ്റീസ് ആണ്. അപ്പോൾ ഈ ഡിവൈസിൻ്റെ വില വെച്ച് നോക്കുമ്പോൾ ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ IP റേറ്റിംഗ് തരുന്ന ഒരു ഫോൺ പോലും ഇല്ല. ഇത് ആക്ച്വലി 30,000 താഴെയുള്ള ഡിവൈസാണ്. നമ്മൾ പ്രൈസും കാര്യങ്ങളെല്ലാം തന്നെ വേരിയൻസ് എല്ലാം വീഡിയോൻ്റെ അവസാനത്തിൽ പറയുന്നതാണ്. അപ്പോൾ ആദ്യം നമുക്കിത് വളരെ ക്വിക്കായിട്ട് അൺബോക്സ് ചെയ്യാം, എന്നിട്ട് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം തന്നെ പറയാം. അപ്പോൾ സാംസങ് ഗാലക്സി A33 5G ആണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അൺബോക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതേപോലെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അൺബോക്സിങ് തുടങ്ങാം. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ്. അപ്പോൾ സാംസങ് ഗാലക്സി A33 5G എന്ന് എഴുതിയത് കാണാം. അപ്പോൾ നമുക്ക് ബോക്സിൻ്റെ ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ കാര്യമായ ഡിഫറൻസിങ് ആസ്പെക്റ്റ് ഒന്നും എഴുതിയിട്ടില്ല. കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. ഫുൾ HD AMOLED 90 Hz റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻറ്റ് കേപ്പബിലിറ്റീസ്, അതായത് IP67 റേറ്റിംഗ് ഉണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്. 48 മെഗാപിക്സൽ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. 8 മെഗാപിക്സൽ അൾട്രാ വൈഡ്, 5 മെഗാപിക്സൽ മാക്രോം, 2 മെഗാപിക്സൽ ഡെപ്ത് സെൻസറാണ്. പിന്നെ ഒരു 13 മെഗാപിക്സൽ സെൽഫി ക്യാമറയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ബോക്സിൽ എഴുതിയ ഡീറ്റെയിൽസ് കാണാം. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന 4 കളേഴ്സിലാണ് ആക്ച്വലി ഈ ഡിവൈസ് വരുന്നത്. ഒരു കോറൽ ഉണ്ട്, ബ്ലൂ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, അതേപോലെ എനിക്കൊന്ന് വൈറ്റ് ആണ്. 4 കളേഴ്സാണ് അവൈലബിൾ ആവുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന കളറ് പീച്ച് കളറാണ്. പീച്ച് 8GB റാമും 128GB സ്റ്റോറേജും ഉള്ള പീച്ച് കളറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ ബോക്സിൻ്റെ പുറത്ത് തന്നെ അതിൻ്റെ കളറുണ്ട്. നല്ലൊരു മനോഹരമായ കളറാണെന്ന് പറയാം. കാരണം ഈ കളറിൽ അധികം ഫോൺസൊന്നും നമ്മൾ കാണാറില്ല. അപ്പോൾ നമുക്കൊന്ന് തുറക്കുമ്പോൾ തന്നെ നമുക്കിവിടെ കിട്ടുന്നത് സാംസങ്ങിൻ്റെ ഒരു ചെറിയ കേസാണ്. ആസ് യൂഷ്വൽ ഇതിനകത്ത് ചാർജർ ഇൻക്ലൂഡഡ് അല്ല. ഇപ്പോൾ സാംസങ് ഇറങ്ങുന്ന എല്ലാ ഫോണിലും ചാർജർ വരാറില്ല. അപ്പോൾ ഇതിലും അതേപോലെ തന്നെയാണ്. പിന്നെ നമുക്കൊരു USB Type-C ചാർജിങ് കേബിളാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സാർ വാല്യൂ ഇൻട്രസ്റ്റഡ് ആയിരിക്കും. ഹെഡ് സാർ 0.354 ആണ് വരുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ, 2 സിം കാർഡ് സ്ലോട്ടാണ് ഇൻക്ലൂഡ് ആയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാം SIM 1 SIM 2. അപ്പോൾ അത്രയും ഓപ്ഷൻസ് ഉള്ളൂ. പിന്നെ നമുക്ക് ബാക്കി ഡിവൈസാണ് വരുന്നത്. അപ്പോൾ ഡിവൈസ് ഒന്ന് പുറത്തേക്ക് എടുക്കാം. എൻ്റെ ഇവിടെ കണ്ടില്ല, നമുക്കൊരു സിം ഇജക്റ്റ് പിന്നും കൂടിയും കിട്ടുന്നുണ്ട്. ബാക്കി ഇത്രയും ബോക്സിനകത്ത് വരുന്നുള്ളൂ. നമുക്ക് ഡിവൈസിനെ കുറിച്ച് പറയാം. അപ്പോൾ ഇതാണ് സാംസങ് ഗാലക്സി A33 5G. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു ഫുൾ HD AMOLED ഡിസ്പ്ലേ ആണ്. സാംസങ്ങിൻ്റെ AMOLED ഡിസ്പ്ലേ ആണ്. 800 nits ഓഫ് പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. ഡിസ്പ്ലേയിൽ കോർണിംഗ് ഗോറില്ല ഗ്ലാസ് 5 സപ്പോർട്ടും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേ ക്വാളിറ്റി നല്ലതാണ്. പിന്നെ ബെസൽസിൻ്റെ കാര്യം പറയുന്നത് അവിടെ 2-3 കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. ഒന്ന്, ഇതിനകത്ത് ഡ്രോപ്പ് നോച്ച് ആണ് വരുന്നത്. പഞ്ച് ഹോൾ സെൽഫി ക്യാമറ കൊടുക്കാമായിരുന്നു. അതേപോലെ ബോട്ടം ബെസൽസ് കുറച്ചുകൂടെ കുറയ്ക്കാമായിരുന്നു. എങ്കിലും കുഴപ്പമില്ല, ഈ പ്രൈസ് സെഗ്മെൻറ്റ് എല്ലാം തന്നെ നമുക്ക് കിട്ടില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഡിവൈസിൽ കിട്ടില്ല. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒരു കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിൽ ആക്ച്വലി നമുക്ക് കിട്ടുന്നത് 2-3 ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഞാൻ നേരത്തെ പറഞ്ഞു. IP റേറ്റിംഗ് ആണ്, ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും ക്യാമറയുടെ, അതേപോലെ AMOLED ഡിസ്പ്ലേ ഉണ്ട്, 90 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. അങ്ങനെ അടിപൊളി ഫീച്ചേഴ്സ് ഇതിനകത്തും കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമുക്കിവിടെ കിട്ടുന്ന ചെറിയൊരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഡ്രോപ്പ് നോച്ചേ വരുന്നുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ഡിസൈൻ ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് സൈഡിൽ പവർ ആൻഡ് വോളിയം കീസാണ് വരുന്നത്. ബാക്ക് പാനലിൽ നമുക്ക് ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ്. 48 മെഗാപിക്സൽ പ്രൈമറി സെൻസറും അതേപോലെ 8 മെഗാപിക്സൽ അൾട്രാ വൈഡും 5 മെഗാപിക്സൽ മാക്രോം ഡെപ്ത് സെൻസറുമാണ് വരുന്നത്. സാംസങ്ങിൻ്റെ ലോഗോ കാണാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ സ്റ്റിക്കറും കൂടി ഒന്ന് പീൽ ഓഫ് ചെയ്യാം. അപ്പോൾ നല്ലൊരു ഡിസൈൻ. പിന്നെ കണ്ടില്ലേ, സൈഡിലെ കളറിംഗ് ഒക്കെ നല്ല രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. മുകളിൽ സിം ട്രേ ആണ് വരുന്നത്. താഴെ USB Type-C പോർട്ട്, സ്പീക്കർ യൂണിറ്റോടെ. ഇതിനകത്ത് സ്റ്റീരിയോ സ്പീക്കേഴ്സാണ്. ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നല്ലൊരു ഇൻഹാൻഡ് ഫീൽ ഉണ്ട്. അറൗണ്ട് 8.1 mm തിക്നെസ്സേ ഉള്ളൂ. നല്ലൊരു ഇൻഹാൻഡ് ഫീൽ ഉണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ സൈഡും ഫിനിഷൊക്കെ നല്ല മാറ്റ് ഫിനിഷായിട്ട് നല്ലൊരു ക്വാളിറ്റി നമുക്ക് പറയാൻ സാധിക്കും. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് ഈ ഡിവൈസിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു നല്ല ഹാർഡ്വെയർ ക്വാളിറ്റിയാണ് ഇതിനകത്ത് ഓഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഡിസ്പ്ലേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു AMOLED ഡിസ്പ്ലേന് AMOLED ഡിസ്പ്ലേന് 90 Hz റിഫ്രഷ് റേറ്റ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഡിസ്പ്ലേ സെറ്റിങ്സിലൊന്ന് പോകാം. അപ്പോൾ ഡിസ്പ്ലേ എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം മോഷൻ സ്മൂത്ത്നെസ്,
ഹൈ അതായത് 90 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ഓർ സ്റ്റാൻഡേർഡ് നമുക്ക് ഓപ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് നമുക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ സ്ക്രീൻ മോഡ് VVD നാച്ചുറൽ കളേഴ്സ് അതേപോലെ വൈറ്റ് ബാലൻസും അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാവുന്ന ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ എഡ്ജ് പാനൽസ്, നാവിഗേഷൻ ബാർ കസ്റ്റമൈസേഷൻ അങ്ങനെ ഓപ്ഷൻസ് എല്ലാം തന്നെ നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ലൊരു സ്മൂത്ത് ഡിസ്പ്ലേ ആണ്. അതേപോലെ ടച്ച് റെസ്പോൺസ് ആണെങ്കിൽ നല്ലതാണ്. ഗോറില്ല ഗ്ലാസ് സപ്പോർട്ടും ഉണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഡ്യൂറബിലിറ്റി ആസ്പെക്ട് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഫീച്ചറായിട്ട് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. പിന്നെ സാംസങ്ങിൻ്റെ SM ഡിസ്പ്ലേ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. നല്ല കളേഴ്സും നല്ല വൈബ്രൻ്റ് ആയ ഒരു ഡിസ്പ്ലേ ആണ് എപ്പോഴും സാംസങ് തരാറ്. അതിലൊരു പോരായ്മയും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കില്ല. എല്ലാം കൊണ്ടും തന്നെ നല്ലൊരു ഡിസ്പ്ലേ ക്വാളിറ്റിയാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. 90 ഹെർട്സ് റിഫ്രഷ് റേറ്റും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ കഴിഞ്ഞ് നമുക്ക് സോഫ്റ്റ്വെയറിലേക്ക് പോകാം. അപ്പോൾ സോഫ്റ്റ്വെയറിൽ വരുന്നത് ഇതിനകത്ത് സാംസങ്ങിൻ്റെ One UI ആണ്. അപ്പോൾ One UI നമുക്കറിയാം, ഈ അടുത്ത് ഇറങ്ങിയ One UIയിലൊക്കെ നല്ല ഫീച്ചേഴ്സാണ് ലോഡ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇത്തവണ നമുക്ക് 4 years ഓഫ് സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് ആൻഡ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കിട്ടുന്നതാണ് ഇതിന് വേറൊരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്. കാരണം പൊതുവേ ബഡ്ജറ്റ് സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ ഒരു മിഡ് റേഞ്ച് ഫോണിലൊക്കെ 1-2 അപ്ഡേറ്റ്സേ കിട്ടാറുള്ളൂ, മാക്സിമം 1-2. അപ്പോൾ ഇവിടെ നമുക്ക് 4 years ഓഫ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് കിട്ടുന്നതാണ് സാംസങ്ങിൻ്റെ വാദം. അപ്പോൾ അതും നല്ലൊരു ഫീച്ചറായിട്ട് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. അപ്പോൾ സോഫ്റ്റ്വെയർ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാം സാംസങ് ഗാലക്സി A33 5G നമുക്ക് കിട്ടിയിരിക്കുന്ന 8 GB റാമാണ്. അതേപോലെ 6 GB റാം ഓപ്ഷനും അവൈലബിൾ ആണ്. ഈ സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുന്നത് നമുക്കിവിടെ One UI ആണ് കിട്ടുന്നത്. ജസ്റ്റ് ഒന്നുകൂടെ നോക്കാം സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ ഉണ്ടല്ലേ. One UI 4.1 Android 12 ആണ് വരുന്നത്. അപ്പോൾ One UIയിൽ നമുക്കറിയാം ഒരുപാടധികം ഫീച്ചേഴ്സ് വരുന്ന ഒരു UI ആണ് One UI. ഇതുണ്ടല്ലേ നമുക്ക് അഡീഷണൽ കസ്റ്റമൈസേഷൻ ടൂൾസ് ഉണ്ട്. അതേപോലെ അഡീഷണൽ ഫീച്ചേഴ്സ് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം മോഷൻസ് ആൻഡ് ജെസ്റ്റേഴ്സ്, വൺ ഹാൻഡഡ് മോഡ്, അതേപോലെ ക്വിക്ക് ഷെയർ, ലിങ്ക് ടു വിൻഡോസ്, ഗെയിം ലോഞ്ചർ, ഡ്യുവൽ മെസ്സഞ്ചർ, ഇങ്ങനത്തെ അഡീഷണൽ ഫീച്ചേഴ്സും ഓപ്ഷൻസും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് സാംസങ്ങിൻ്റെ അഡീഷണൽ ആപ്സ് ആയ സാംസങ്ങിൻ്റെ നോക്ക് സെക്യൂരിറ്റിൻ്റെ അതേപോലെ സെക്യൂർ ഫോൾഡർ ഉണ്ട്. അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും തന്നെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിൽ ഒട്ടും തന്നെ കോംപ്രമൈസ് ഇല്ലാത്ത ഒരു ഡിവൈസാണെന്ന് പറയാം. ഫുൾ One UI 4.1 ആണ് വരുന്നത്. അതേപോലെ നമുക്ക് സാംസങ്ങിൻ്റെ അഡീഷണൽ ടൂൾസ് ആൻഡ് ഫീച്ചേഴ്സും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ക്യാമറയെ കുറിച്ച് പറയാം. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. ഒരു പ്രൈമറി 48 MP ക്യാമറയാണ്. ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതും ഈ പ്രൈസ് സെഗ്മെൻറ്റ് വളരെ കുറച്ച് ഫോൺസിനെ വരുന്നുള്ളൂ. അത് നല്ലൊരു ആസ്പെക്റ്റ് ആണ്. പിന്നെ സെക്കൻഡറി 8 MP അൾട്രാ വൈഡും 5 MP മാക്രോം ഒരു 2 MP ഡെപ്ത് സെൻസറും 13 MP സെൽഫി ക്യാമറയാണ് വരുന്നത്. അപ്പോൾ നല്ലൊരു ക്യാമറ സെറ്റപ്പാണ്. 48 MP നല്ല ക്ലാരിറ്റിയുള്ള ഷോട്ട്സ് ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ക്യാമറ UI ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ക്യാമറ UI. അപ്പോൾ നമുക്കിവിടെ പോർട്രേറ്റ്, വീഡിയോ റെക്കോർഡിംഗ് മോഡിൽ പോയി കഴിഞ്ഞാൽ അഡീഷണൽ മോഡ്സ് എല്ലാം കാണാം. സ്ലോ മോഷൻ ഉണ്ട്, മാക്രോ ഉണ്ട്, നൈറ്റ് മോഡ്, പ്രോ വീഡിയോ, അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ വീഡിയോ റെക്കോർഡിംഗ് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം 4K at 30 FPS സപ്പോർട്ടഡ് ആണ്. 1080p 30 60 FPS സപ്പോർട്ടഡ് ആണ്. അപ്പോൾ നല്ലൊരു ഫീച്ചറാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം. ഇതെല്ലാം സാംസങ് ഗാലക്സി A33 5G എന്നെടുത്ത ക്യാമറ സാമ്പിൾസ് ആണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ക്യാമറ. ഡീറ്റെയിൽഡായി നമ്മൾ റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ പറയാം ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആസ്പെക്ട്സ്. പക്ഷേ എനിക്ക് ഫസ്റ്റ് ഇംപ്രഷൻസിൽ ക്യാമറ ഇഷ്ടപ്പെട്ടു എന്ന് പറയാം. നല്ലൊരു ക്വാളിറ്റി ക്യാമറയായിട്ട് നമുക്കിതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് ഡെയിലൈറ്റ് ഷോട്ട്സും അതേപോലെ മാക്രോസ് എല്ലാം തന്നെ കുഴപ്പമില്ലാത്ത രീതിയിലാണ് വന്നിരിക്കുന്നത്. സെൽഫീസും കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഡീറ്റെയിൽഡായി ക്യാമറ നമ്മൾ റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ പറയുന്നതാണ്. അപ്പോൾ ഇതെല്ലാം സാംസങ് ഗാലക്സി A33 5G എന്നെടുത്ത ക്യാമറ സാമ്പിൾസ് ആണ്. ഇനി നമുക്ക് പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിനകത്ത് സാംസങ്ങിൻ്റെ Exynos 1280 ഒക്ടോകോർ പ്രോസസ്സറാണ് വരുന്നത്. ഈ പ്രോസസ്സർ നമ്മൾ ഒരുപാട് ഫോൺസിൽ ഈ അടുത്ത് കണ്ടതാണ്. ഇതൊരു 5 നാനോമീറ്റർ ചിപ്പാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു ബാറ്ററി എഫിഷ്യൻറ്റ് ചിപ്പും കൂടിയാണ്. കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് പെർഫോമൻസും കിട്ടുന്ന ഒരു ചിപ്പാണ് 1280. അതേപോലെ ഇതിനകത്ത് 6 GB റാമും 8 GB റാമും 2 വേരിയൻ്റാണ് അവൈലബിൾ ആവുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് എടുക്കാവുന്നതാണ്. അതേപോലെ നമുക്ക് 128 GB സ്റ്റോറേജും അവൈലബിൾ ആണ്. പിന്നെ 5G സപ്പോർട്ടുള്ള ഡിവൈസാണ്. ഇതിനകത്ത് 12 5G ബാൻഡ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു ആസ്പെക്റ്റ് ആണ്. കാരണം 5G പ്രൂഫ് ഡിവൈസാണ്. ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് കൂടെ കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് 4 വർഷത്തേക്കൊക്കെ ഈസിലി യൂസ് ചെയ്യാവുന്ന ഒരു ഡിവൈസായിട്ട് ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. കാരണം 5G സപ്പോർട്ട് 12 ബാൻഡ് അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ ബാറ്ററിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 5000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. 25 വാട്ട് ചാർജിങ് സപ്പോർട്ടഡ് ആണ്. അപ്പോൾ 25 വാട്ട് സാംസങ്ങിൻ്റെ ചാർജർ നമ്മൾ സെപ്പറേറ്റ് ആയി മേടിക്കണം. പക്ഷേ 25 വാട്ട് ചാർജർ അത്യാവശ്യം ഫാസ്റ്റായിട്ട് നമുക്ക് ചാർജ് ചെയ്തെടുക്കാം. അപ്പോൾ 50% ഓൾമോസ്റ്റ്
ഓൾമോസ്റ്റ് 30 മിനിറ്റ്സിൽ ചാർജ് ആവും. പിന്നെ നല്ലൊരു ബാറ്ററി പെർഫോമൻസ് ആണ്, കാരണം 5 നാനോമീറ്റർ ചിപ്പ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു ബാറ്ററി എഫിഷ്യൻസി നമുക്ക് ഇതിനകത്ത് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ടെസ്റ്റ് ചെയ്താലേ നമുക്ക് എത്രത്തോളം ലാസ്റ്റ് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല, എങ്കിലും നല്ലൊരു കപ്പാസിറ്റി ബാറ്ററിയും അത്യാവശ്യം എഫിഷ്യൻ്റ് ആയ ഒരു പ്രോസസ്സർ ഉണ്ടാവുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ബാറ്ററി ലൈഫും ഇതിനകത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൽ നമ്മൾ വേറൊരു കാര്യം, ക്യാമറേൻ്റെ കാര്യം പറഞ്ഞപ്പോൾ വിട്ടുപോയെന്ന് വെച്ചാൽ ഇതിനകത്ത് 2 അഡീഷണൽ ഓപ്ഷൻസ് ഉണ്ട്. ഫോട്ടോ റീമാസ്റ്റർ ഓപ്ഷനും അതേപോലെ തന്നെ ഒബ്ജക്റ്റ് ഇറേസർ ഓപ്ഷനും. അതായത് നമുക്ക് 2 ഫീച്ചേഴ്സും വളരെ യൂസ്ഫുൾ ആണ്. കാരണം നമ്മൾ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് റീമാസ്റ്റർ ചെയ്യാൻ, അത് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ നമുക്കിപ്പോൾ ഫോട്ടോയിൽ എന്തെങ്കിലും ഒരു അഡീഷണലായി നമുക്ക് ആവശ്യമില്ലാത്തൊരു സാധനം വന്നു എന്ന് വെക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ആരെങ്കിലും ഫോട്ടോ ബോംബ് ചെയ്യുകയാണെങ്കിലൊക്കെ അത് നമുക്ക് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഫോട്ടോ ഇറേസർ എന്ന് പറയുന്നത്. അത് ഒബ്ജക്റ്റ് ഇറേസർ എന്ന് പറഞ്ഞ ഫീച്ചർ. ഇത് സാംസങ് ഗാലക്സി A73ലും A53ലും ഞാൻ ചെയ്തതാണ്. അതേ ഫീച്ചർ തന്നെയാണ് ഇവിടെയും കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ആ 2 ഫീച്ചറും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതായിരുന്നു സാംസങ് ഗാലക്സി A33 5Gൻ്റെ അൺബോക്സിംഗ് ഹാൻഡ്സ് ഓൺ വീഡിയോ. അപ്പോൾ 3-4 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയി പറയാം. ഒന്ന്, ഇതിനകത്ത് IP67 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻറ്റ് കേപ്പബിലിറ്റീസ് ഉണ്ട്. ഈ സെഗ്മെൻറ്റിൽ പ്രോബ്ലി വേറെ ഒരു ഫോണിനും അവൈലബിൾ അല്ല. പിന്നെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട് 48 മെഗാ പിക്സൽ ക്യാമറയിൽ. പിന്നെ SA ഡിസ്പ്ലേന് 90 Hz റിഫ്രഷ് റേറ്റ് ആണ്. പിന്നെ 4 years ഓഫ് അപ്ഡേറ്റ്സും അവൈലബിൾ ആണ്. പിന്നെ 12 5G ബാൻഡ്സും സപ്പോർട്ടഡ് ആണ്. 5 നാനോമീറ്റർ ചിപ്പാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓവറോൾ എനിക്ക് ഒന്ന് സാംസങ് ഗാലക്സി A33 5G നല്ലൊരു ഡിവൈസാണ്. പ്രൈസ് വൈസ് നോക്കുകയാണെങ്കിൽ നല്ലൊരു പാക്കേജായിട്ട് എനിക്ക് തോന്നി. ബിലോ 30,000 നല്ലൊരു ഓഫറിംഗ് ആണ് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. അപ്പോൾ ഇതിൽ 1-2 കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനുള്ളത് എന്ന് വെച്ചാൽ ഡ്രോപ്പ് നോച്ചേ വരുന്നുള്ളൂ. അത് പ്രോബബ്ലി ബെറ്റർ ആക്കാമായിരുന്നു എന്നാണ് എനിക്കും തോന്നുന്നത്. ബാക്കി എല്ലാം കൊണ്ടും തന്നെ എനിക്ക് കുഴപ്പമില്ലാത്ത ഒരു ഡിവൈസായിട്ടാണ് സാംസങ് ഗാലക്സി A33 5G തോന്നുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസിങ് ഞാൻ പറയാം. സാംസങ് ഗാലക്സി A33 5G 2 വേരിയൻറ്റിലാണ് അവൈലബിൾ ആവുന്നത്. ഞാൻ നേരത്തെ 4 കളേഴ്സ് പറഞ്ഞു, 2 വേരിയൻ്റാണ് അവൈലബിൾ ആവുന്നത്. 6GB RAM 128GB സ്റ്റോറേജിന് ഇപ്പോൾ വില എന്ന് പറഞ്ഞാൽ 25,499, അതായത് 25,500 രൂപയുടെ വില. നല്ലൊരു പ്രൈസിംഗ് എന്ന് പറയാം. കാരണം മിഡ് റേഞ്ച് ഫോണിൽ ഇത്രയും ഫീച്ചേഴ്സ് വരുന്ന വേറൊരു ഫോണിൽ ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം IP റേറ്റിംഗും ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഒക്കെ വരുന്നത്, അതും AMOLED ഡിസ്പ്ലേയും കൂടെ വരുമ്പോൾ നല്ലൊരു കോമ്പിനേഷൻ ആയിട്ട് എനിക്ക് തോന്നി. അതേപോലെ 8GB RAM 120GB സ്റ്റോറേജിനും 26,999, അതായത് 27,000 റുപ്പീസാണ് പ്രൈസ് വരുന്നത്. പിന്നെ ഇതിനകത്ത് വെർച്വൽ RAM ഫീച്ചറും കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് 6GB RAM ആണെങ്കിൽ അഡീഷണൽ RAM വെർച്വലി അവൈലബിൾ ആണ്. അപ്പോൾ ആ ഫീച്ചറും കൂടി ഇൻക്ലൂഡ് ആണ്. അപ്പോൾ ഇതായിരുന്നു സാംസങ് ഗാലക്സി A33 5G അൺബോക്സിംഗ് ഹാൻഡ്സ് ഓൺ വീഡിയോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ഈ ഡിവൈസ് മേടിക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.